അപ്പോൾ അവിടെ SCERT, NCERT, ദെൻ UPSC മെറ്റീരിയൽസ് അല്ലെ, ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള പല റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. ആ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹായ്, അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രധാന സംശയമാണ് 2025 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണോ, അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിച്ചാൽ പോരെ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്താ സർവ് ഏരിയ, ഞാനതിന് പഠിക്കണോ? അപ്പോൾ നമ്മളൊരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല അതിനു വേണ്ടി പഠിക്കേണ്ടത്. നമ്മളൊരു കാലഘട്ടത്തിലേക്ക് ഈ പഠനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാന എക്സാമുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങളത് വന്നിട്ട് അതിന് പഠിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം നിങ്ങളെക്കാൾ മുന്നേ ഈ രംഗത്ത് താപ്പാനകളായി മാറിയ കുറേ കാലമായിട്ട് ദീർഘകാലമായിട്ട് പരീക്ഷകൾക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് മത്സരിച്ച് നിൽക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ സീസണൽ ഒരു PSC ഉദ്യോഗാർത്ഥിയായി മാറുകയല്ല വേണ്ടത്. നമ്മളിതിന് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടം മുഴുവൻ നന്നായിട്ട് പഠിച്ച് നല്ല ലെവലിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എന്തുകൊണ്ട് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടുള്ള ആ ശേഷമുള്ള ഒരു പഠനം മാത്രം പോരാ, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ദീർഘകാലത്തെ പഠനം വേണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 2 ഘട്ട പരീക്ഷ എന്നുള്ള സമ്പ്രദായത്തിൽ നിന്ന് PSC പിറകോട്ട് പോയിട്ടില്ല. പോകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ, പ്രത്യേകിച്ചും ഗസറ്റഡ് പോസ്റ്റുകളൊക്കെ ആകുമ്പോൾ അതിന് 2 ഘട്ട പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ അത് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അല്ലാതെയുള്ള ഗസ്റ്റഡ് അല്ലാതെയുള്ള സെക്രട്ടറി അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള പരീക്ഷകളിലും നിലവിൽ 2 ഘട്ടം തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ 2 ഘട്ട പരീക്ഷകൾക്ക് ഒരിക്കലും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 1ാം ഘട്ടത്തിന് വേണ്ടി പഠിക്കുന്നു, ഇനി അത് പാസ്സായോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് അതിനിടയിൽ കിട്ടുന്ന 2-3 മാസമാണ് പിന്നെ കിട്ടുക. റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും മെയിൻസിന് പരിശീലിക്കുക, അതൊന്നും ഒരിക്കലും വിജയത്തിലേക്ക് എത്തുന്ന ഒരു രീതിയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ പഠിച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, വീണ്ടും ഒന്ന് ആ ഒരു പരീക്ഷ ആകുമ്പോൾ മാത്രം ഒന്ന് തേച്ച് മിനുക്കി എടുക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമേ ഉള്ളൂ എങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത് കിട്ടുന്നത് വരെ, ആ റാങ്ക് ലിസ്റ്റിൽ വന്ന് നിയമനം ഉറപ്പിക്കുന്നത് വരെ ഉള്ള ഒരു ദീർഘകാല പഠനം എന്നുള്ളത് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 2 ഘട്ട പരീക്ഷയാവുമ്പോൾ ഒരിക്കലും പ്രിലിംസിന് വേണ്ടി മാത്രം പഠിച്ച് പിന്നീട് മെയിൻസിന് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ രീതി. എന്താണ്? ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. 2020-21 കാലഘട്ടത്തിൽ PSCയുടെ പഠന ചോദ്യ രീതി അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ രീതിയും അതേപോലെ തന്നെ PSCയുടെ ഈ ഒരു 2 പരീക്ഷ എന്നുള്ള സമ്പ്രദായം വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള ആ വാക്ക് അന്ന് മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങളോട്. ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ പ്രിലിംസിൻ്റെ ഏരിയ മാത്രം ആദ്യം പഠിച്ച് ഇനി പാസ്സാകുമല്ലോ എന്ന് തീരുമാനിച്ച് മെയിൻസിൻ്റെ ഏരിയ പഠിക്കുന്നവരൊന്നും ഒരു കാലത്ത് രക്ഷപ്പെട്ടു പോകാറില്ല. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വീണ്ടും കാലങ്ങൾ എടുക്കുന്നുണ്ട്. അവരാദ്യം എയിം ചെയ്ത പരീക്ഷ അല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്, അടുത്ത അല്ലേ 2-മത്തെയോ 3-മത്തെയോ തവണ നോക്കുന്ന സമയത്തുള്ള പരീക്ഷയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അല്ലേ നമ്മൾ മുന്നിലേക്ക് എത്തുന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ നേടണമെങ്കിൽ നമ്മൾ ഏതാണോ ഉന്നം വെക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽ പരീക്ഷകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകളാണോ ഉന്നം വെക്കുന്നത് അതിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്റ്റഡിയാണ് നമ്മൾ നടത്തേണ്ടത്. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ പഠനം തുടങ്ങണം. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠനം തുടങ്ങുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് പഠനം നടത്തുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, പരീക്ഷാ തീയതി വന്നതിന് ശേഷം പഠനം നടത്തുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇവരിൽ നിന്ന് റാങ്ക് നേടുന്ന, ജോലി നേടുന്ന ആദ്യ ആളുകളായി മാറണമെങ്കിൽ നമ്മൾ അവരിൽ നിന്നും എന്തായിരിക്കണം, വിഭിന്നരായിരിക്കണം. അങ്ങനെ മാറിയിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷ അപ്രോച്ച് ചെയ്യണം. ഇപ്പോഴേ ഒരു എന്താണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പഠനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് അത്രയും നല്ല വാസ്റ്റായിട്ടുള്ള, അത്രയും വൈഡായിട്ടുള്ള ഒരു സിലബസാണ് നമുക്കുള്ളതെന്നുള്ളതാണ്. അല്ലേ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇങ്ങനെ കിടക്കുകയാണ്. വിശാലമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അല്ലേ. ആ ഒരു വിശാലമായ സിലബസിനെ നിങ്ങൾക്ക് ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെലക്റ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും. പ്രത്യേക ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാനൊക്കെ പറ്റും. പക്ഷേ അത്തവണ മെയിൻസ് കിട്ടാതെ പോയി അല്ലേ. പിന്നെ വീണ്ടും അടുത്ത തവണ നോക്കുന്നു, അന്ന് ഈ തിരിച്ചറിവൊക്കെ വന്നു, വീണ്ടും കുറച്ചുകൂടെ നോക്കി. പക്ഷെ എന്താണ്, ഈ പറഞ്ഞ സമയം കുറേ വന്നുകൊണ്ട്, ഗ്യാപ്പ് കുറേ വന്നുകൊണ്ട് പ്രിലിംസിൻ്റെ കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അന്ന് പ്രിലിംസിനെ നോക്കി എങ്ങനെയൊക്കെയോ പ്രിലിംസ് കിട്ടി, മെയിൻസ് കയ്യെത്തും ദൂരത്ത് പോയി, അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ അവസാനമായിപ്പോയി. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ആദ്യ റാങ്ക് നേടും എന്നുള്ള രീതിയിൽ നോക്കുകയാണ് അല്ലേ. ഇത്തവണ എന്താണ്, ലിസ്റ്റിൻ്റെ അറ്റത്തൊക്കെ വന്നല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ പരിപാടികളിലൊക്കെ കുറച്ചങ്ങ് മുഴുകിപ്പോയി. അടുത്ത തവണ പ്രിലിംസ് പോലും കിട്ടിയില്ല.
ഇങ്ങനെയൊക്കെ അവസ്ഥയുള്ള എത്രയോ ഉദ്യോഗാർത്ഥികൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളിതിന് ഇറങ്ങി തിരിച്ചാൽ ആ ഒരു ലോങ് ടേം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു PSC പരീക്ഷയ്ക്കും, പ്രത്യേകിച്ചും 2 ഘട്ട പരീക്ഷയൊക്കെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു സിലബസിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഓരോ ഏരിയകളും കൃത്യമായി കണക്ക് കൂട്ടി മനസ്സിലാക്കി ആ ഓരോ ഏരിയകളും കൃത്യമായി തീർത്ത് സിലബസ് നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെച്ച് അതിൽ തീർക്കുന്ന ഏരിയകളൊക്കെ മാർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. പിന്നെ ഇത് ഒരേ സമയം കുറേ പേർക്ക് അഡ്വാൻറ്റേജും ഒരേ സമയം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ആകുന്നൊരു കാര്യമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഇത്രയും വലിയൊരു മാർക്ക്, ഇത് ഒരു അഡ്വാൻറ്റേജ് ആയി കാണുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം മാത്സും ഇംഗ്ലീഷൊക്കെ എന്തായിരിക്കും അത്യാവശ്യം നല്ല ലെവലുണ്ടാവും. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഈ ഒരു മേഖലയിൽ നിന്നുള്ള മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തിട്ട് മറ്റുള്ള മേഖല GK ഏരിയാസ് എന്ന് പറയാവുന്ന ആ ഏരിയയിൽ നിന്ന് കുറച്ച് മാർക്കുകൾ എവിടെന്നെങ്കിലുമൊക്കെ തപ്പിക്കിട്ടി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്ക് മെയിൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു സ്റ്റഡി നടത്തേണ്ടി വരും. പക്ഷേ അവരെന്ത് ചെയ്യും, ഇതെനിക്കിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസിൽ മെയിൻസിനുള്ള പഠനം വൈകിക്കും, വീണ്ടും ഈ പറഞ്ഞ പോലെ എന്താണ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല ഉദ്യോഗാർത്ഥികളും കിട്ടാതെ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഡിഗ്രി ലെവൽ വേറെ ലെവലാണപ്പാ, എന്നെ കൊണ്ടൊന്നും ഇത് പറ്റൂല, അത് UPSCക്കാരൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് മെല്ലെ പിൻവാങ്ങി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചാൽ അത് നേടിയിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടി മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മെച്ചമല്ല എങ്കിൽ മെച്ചപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഒരു ലോങ് ടേം പരിപാടിക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ ഏരിയയും എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്ട്രോങ് ആക്കി മാറ്റാൻ പറ്റും. ഇംഗ്ലീഷ് അല്ലേ, മാത്സ്, മലയാളം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ് നിങ്ങളെ സംബന്ധിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഏരിയകൾ എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. കുറച്ച് വീതം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ലെവലിൽ എത്താൻ പറ്റും. ഇവിടെ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്കൊരു സമയം വേണം അല്ലേ. നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ 10th ലെവൽ പരീക്ഷകളാണെങ്കിൽ SCERT തന്നെയാണ് സ്ഥിരം ചോദ്യം വരുന്നത്. +2 ലെവൽ ഡിഗ്രി ലെവലാണെങ്കിൽ SCERT കാണാത്ത എത്രയോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അല്ലെ, NCERTയിലുള്ള ചോദ്യങ്ങളും NCERTയിലും കാണാത്ത എത്രയോ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ SCERT, NCERT, ദെൻ UPSC മെറ്റീരിയൽസ് അല്ലെ, ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള പല റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. ആ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അവിടെ SCERTയിലുള്ള കാര്യവും NCERTയിലുള്ള കാര്യവും പുറത്തുനിന്ന് നോൺ SCERT അല്ലെങ്കിൽ നോൺ NCERT കാര്യങ്ങളൊക്കെ അടങ്ങിയ രീതിയിൽ നമുക്ക് ഓരോ ടോപ്പിക്കിനെയും കൈകാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പഠനം നടത്തി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ മുൻകൂട്ടി തയ്യാറെടുത്ത് പഠിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിലിരുന്ന് എല്ലാം കൂടി ബേജാറ് ഇതും തീർത്ത് എന്നെല്ലാം വിചാരിച്ചിട്ട് അവിടെ എവിടെയും തട്ടിപ്പോവും. നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ഏരിയ എന്നിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഏരിയയിൽ എന്തൊക്കെ പഠിക്കണോ ആ ഡെപ്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ് വരിക. അതുകൊണ്ട് ഒരു ഇൻഡെപ്ത് സ്റ്റഡി വേണം. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി നമുക്ക് വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ പിന്നെയുള്ള ഒരു പ്രധാന കാര്യം സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഓരോന്നിനും പ്രത്യേകം സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട് അല്ലെ. SIക്കാണെങ്കിൽ അങ്ങനെ മറ്റു എക്സൈസ് ഇൻസ്പെക്ടർ അതേപോലെയുള്ള പരീക്ഷകൾക്ക് ഇപ്പോൾ LSC സെക്രട്ടറി ഇങ്ങനെയുള്ള ഓരോ പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള കുറച്ച് മാർക്കുകൾ ഉണ്ടാവും. ഇത് നമുക്ക് എപ്പോൾ ചെയ്യേണ്ടതാണ്, ഇത് നിങ്ങളുടെ ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. വേറൊരു പരീക്ഷ വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തുടക്കത്തിലെ നിങ്ങളുടെ ലക്ഷ്യം ഇന്ന പരീക്ഷയാണെങ്കിൽ പോലും അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല. അത് ആ ഒരു കാലഘട്ടത്തിൽ പഠിക്കുക. അതല്ലാതെ പ്രിലിംസിനും മെയിൻസിനുള്ള കോമൺ ആയിട്ടുള്ള ഏരിയകളൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ചു പോകേണ്ടത്. അങ്ങനെ പഠിച്ചു പോയിട്ട് പിന്നീട് ഇതിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ സിലബസിൽ എന്തുണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക്കുകളും ഉണ്ടാവും. ആ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ പ്രത്യേകം പഠിക്കണം. ആ ഒരു ജോലിയുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് ആ സമയത്ത് കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പഠനത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അന്ന് ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഏരിയാസൊക്കെ നമ്മൾ മുമ്പേ തന്നെ പഠിച്ച് സ്ട്രോങ് ആക്കി വെക്കണം. ആ ഒരു സമയത്ത് ആ ഏരിയകളിൽ റിവിഷൻ്റെ ഒരാവശ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, മെയിൻ സമയം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനും ബാക്കിയുള്ള ഏരിയകളുടെ റിവിഷനുമായിട്ട് മാറ്റിവെക്കാൻ സാധിക്കണം പരീക്ഷയുടെ അവസാന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നിങ്ങൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോയി അല്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാ എന്നുള്ള രീതിയിൽ കുറച്ച് വീതം മുന്നേറി പോകേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് അവിടത്തേക്കുള്ള ആരുടെ കടന്നുകയറ്റമാണ്, UPSC ആസ്പിരൻസിൻ്റെ കടന്നുകയറ്റമാണ്. മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ
PSC നോക്കുന്നവർ ഒരു വിഭാഗം, UPSCയിലെ SSC ആ ഒരു ടൈപ്പ് വേറെ, ബാങ്കിങ് എന്നുള്ള എക്സാം നോക്കുന്ന ആളുകൾ ഒരു കാറ്റഗറി, ഇങ്ങനെ 3 വിഭാഗങ്ങളായിരുന്നു. ഇത് 3ഉം കൂടി ഒരുമിച്ച് നോക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. നിങ്ങളുടെ PSC പരീക്ഷാ രീതിയിലെ മാറ്റങ്ങൾ വന്ന ആ ഒരു വീഡിയോയിൽ തന്നെ, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു വീഡിയോ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSCയിൽ അല്ലേ, അതായത് സ്റ്റാൻഡേർഡ് കൂടും, UPSC ആസ്പിരൻസ് ഇത് എഴുതാൻ തുടങ്ങും, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂടും, നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, UPSC പരീക്ഷകൾ എഴുതാൻ തുടങ്ങും. ആ ഒരു മാറ്റം കേരളത്തിലും കണ്ടുവന്നിട്ടുണ്ട്. കാരണം PSC പരീക്ഷകൾ UPSC പരീക്ഷയുടെ നിലവാരത്തിലേക്ക് ഏകദേശം ഉയർന്നു വരാൻ തുടങ്ങിയതോടെ, അവിടെ എത്തി ഞാൻ പറയുന്നില്ല, ആ ഒരു ലെവലിലേക്ക് വളരാൻ തുടങ്ങിയതോടുകൂടി കേരള PSC ഉദ്യോഗാർത്ഥികൾ UPSC പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് വന്നു, എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടി. അതേപോലെ നേരെ തിരിച്ചും UPSC കാൻഡിഡേറ്റ്സ് ഒന്നും ഇവിടെ നോക്കില്ല. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷാഹിദ് തിരുവള്ളൂർ എന്ന് പറഞ്ഞ്, അദ്ദേഹം എൻ്റെ കൂടെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു, അദ്ദേഹം 3-4 PSC പരീക്ഷകൾ ഏതൊക്കെ എഴുതി, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ആ ഒരു PSC പരീക്ഷകൾ പോലും അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് അദ്ദേഹത്തിന് PSC പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. എന്താ ഉദ്ദേശിച്ചത്, PSC പരീക്ഷ ഇതിനേക്കാളും ടഫായിരുന്നു എന്നാണോ? അല്ല, അത് വേറെ ലെവൽ, ഇത് വേറെ ലെവൽ. അദ്ദേഹത്തിന് നല്ല ഡെപ്ത് നോളജ് ഉണ്ട്, അതുകൊണ്ട് സിവിൽ സർവീസ് അദ്ദേഹം നേടി. ഇവിടെ അന്ന് ചോദിച്ചുകൊണ്ടിരുന്ന വേറെ ലെവൽ കാര്യങ്ങളാണ്. ആ സാധാ ജീക്കേണ്ടല്ലോ, ആ സാധനങ്ങളൊന്നും ആരും പഠിക്കുന്നില്ല അവർ. കാരണം ഇവരെയും സിലബസും തമ്മിൽ ചോദ്യ രീതികളും പാറ്റേണുകളും സിലബസൊക്കെ തമ്മിൽ അജഗജാന്തരമായിരുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കുന്നവന് ഇത് കിട്ടണമെന്നില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. അതും ഇതും തമ്മിൽ പാറ്റേണുകളിലും കാര്യങ്ങളിലും ഒക്കെ സാദൃശ്യം വന്നു. സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും വേണമെന്നേ ഉള്ളൂ, അതേ അഡീഷണൽ അവർക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഏകദേശം സിലബസും ചോദ്യ രീതികളും പാറ്റേണുകളും 2 ഘട്ടവും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നുകൊണ്ട് അവരവിടെ എഴുതുന്ന ആളുകൾ, അതിനുവേണ്ടി പഠിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ഈ കേരളവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവരും ഇവിടെ മത്സരത്തിന് ഇറങ്ങിയുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ നല്ല മത്സരം കൂടി. അപ്പോൾ സാധാ സോക്കോൾഡ് PSC ഉദ്യോഗാർത്ഥികൾ ഇത് ഇട്ടേച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ ഇട്ടേച്ച് പോകേണ്ട ഒരു ആവശ്യകതയില്ല, നിങ്ങൾക്കും വിചാരിച്ചാൽ നടക്കും. കാരണം എന്താണ്, ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ടൈം എടുത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കുന്ന കാര്യം തന്നെയുള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് നോക്കാനും പറ്റും, UPSC പരീക്ഷകൾക്ക് ശ്രമിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ UPSC ആസ്പിരൻസ് പ്രത്യേകിച്ചും ഈ KS വന്നതോടുകൂടി അല്ലേ, IAS സിവിൽ സർവീസൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന, IAS ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ പലരും KSലേക്ക് വരാൻ തുടങ്ങി. അതോടൊപ്പം KSൻ്റെ കൂടെയുള്ള മറ്റ് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ, ഗസറ്റഡ് പോസ്റ്റുകൾ, ഇനി ഗസറ്റഡ് അല്ലാതെ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ വെറുതെ എഴുതാൻ തുടങ്ങി. ചിലർ ലിസ്റ്റിൽ വെറുതെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ മാത്രം എഴുതാൻ തുടങ്ങി. ചിലർ താൽക്കാലിക താവളങ്ങളായിട്ട് കാണാൻ തുടങ്ങി. ചിലർ ഇതെങ്കിലും ഇത് എന്നുള്ളത് ആശ്വസിച്ച് അതും നേടി അല്ലേ, മറ്റതിനു വേണ്ടിയുള്ള ശ്രമം തുടരുകയും അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത പല ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീഷനുള്ള സമയത്ത് അവസാനം പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് 3 മാസം കൊണ്ട് നിങ്ങൾ അങ്ങ് നടത്തിക്കളയാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വർഷത്തെ ഒരു കഠിന പ്രയത്നം നമ്മൾ നടത്തിയാൽ മാത്രമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്നുള്ള വസ്തുതയും നിങ്ങൾ തിരിച്ചറിയണം. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അടങ്ങിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻട്രി ആപ്പും നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ലോങ് ടേം ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ചേർന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. എന്തായാലും ആ ലെവലിലുള്ളൊരു പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് കൊണ്ടിരുന്ന ഇപ്പോൾ നിർത്തിപ്പോയ ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാം. പക്ഷേ ഇതിനൊരു ടൈം നീക്കി വെക്കുക. ആ ടൈം നല്ല പ്രയത്നം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നേടാവുന്നതേയുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള യോഗ്യതകൾ, ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഡിഗ്രി യോഗ്യതകൾ നേടി വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഓൾറെഡി ആ യോഗ്യതകൾ ഉണ്ടായിട്ട് പണ്ട് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വരാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, കഠിന പരിശ്രമത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വിഷയവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ, UPSC ബാക്ക്ഗ്രൗണ്ടുള്ള അധ്യാപകരുടെ, പ്രിലിംസും മെയിൻസൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരുടെ, ഓരോ വിഷയത്തിലെയും വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സും കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് എൻട്രിയിലൂടെ ലഭ്യമാകും. നമ്മുടെ ഗോൾഡ് ബാച്ചിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് വിജയത്തിൽ എത്താനും പറ്റും. അപ്പം വീട്ടിലിരുന്ന് പഠിക്കുന്നവരായാലും എൻ്റെ കൂടെ ഈ ഒരു ആപ്പിൽ ചേർന്ന് പഠിക്കുന്നവരായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്കും ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കാരം 2025 നടത്താൻ പറ്റട്ടെ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാനും അത് തുടരാനും അത് കൊടുമ്പിരി കൊണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വിജയത്തിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.